കാവേരി നദീജല തർക്കത്തിൽ കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് തുടങ്ങി. തമിഴ്നാടിന് കാവേരി നദീജലം വിട്ടു നൽകാൻ വീണ്ടും കാവേരി ജലനിയന്ത്രണ കമ്മിറ്റി ഉത്തരവിട്ടതോടെ കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് കടുക്കും. 2000-ലേറെ കന്നഡ അനുകൂല സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് സംഘാടകരുടെ അവകാശവാദം. വി വിനോദിലേക്ക് പോകാം. വിനോദ്, ബന്ദ് എങ്ങനെയാണ് കടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്കൂളുകൾ അടച്ചിടില്ല എന്നാണ് മനസ്സിലാകുന്നത്. ബാക്കിയുള്ള കടകമ്പോളങ്ങൾ ഉൾപ്പെടെ അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. 2, ഈ സംഘടനകൾ പലതും ഈ ബന്ദിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ടും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. എങ്ങനെയാണ്, ശക്തമായിട്ട് തന്നെയാണോ തുടരുന്നത് സാഹചര്യം? ഹരി, പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു തർക്കമാണ്. അതിപ്പോഴും സങ്കീർണമായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഏറ്റവും ഒടുവിലത്തെ ഉത്തരവ് പ്രകാരം, ഈ ജല റെഗുലേറ്ററി അതോറിറ്റി അതിൻ്റെ ഒരു ഉത്തരവ് പ്രകാരം പ്രതിദിനം 15,000 ക്യൂസെക്സ് വെള്ളം തമിഴ്നാടിന് വിട്ടുകൊടുക്കണം എന്നതാണ്. 12,000 ക്യൂസെക്സ് വെള്ളം 15 ദിവസത്തേക്ക് വിട്ടുകൊടുക്കണം എന്ന ഉത്തരവാണ് വന്നത്. പക്ഷേ ഈ ഉത്തരവ് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിലാണ് കർണാടകത്തിലെ പൊതുവിൽ ജനങ്ങൾ. സർക്കാരും അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ ജലനിരപ്പ് വളരെ കുറവാണ്. 2 നദികൾ, കബിനി ഉൾപ്പെടെയുള്ള സംഭരണികളിൽ ജലനിരപ്പ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ജലം തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ്. തമിഴ്നാട്ടിലാകട്ടെ കർണാടക വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഉണ്ട്. സഭയിൽ വിജയ് തന്നെ ഈ ജലം കൊണ്ടുവരുന്നതിന് വേണ്ടി അത് പ്രതിജ്ഞാബദ്ധമാണെന്ന കാര്യം പറയുന്നു. ചർച്ചയ്ക്കൊക്കെ ശ്രമിച്ചെങ്കിലും അതിനും കർണാടക സർക്കാർ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കന്നഡ ഒക്കൂട്ട എന്ന പേരിലുള്ള സംഘടന, അത് ഏതാണ്ട് 2000-ഓളം സംഘടനകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. അവരുടെ ഒരു സമരമാണ് ഇന്നിപ്പോൾ കർണാടകയിൽ നടക്കുന്നത്. വാട്ടാർ നാഗരാജ്, അദ്ദേഹം നമുക്കറിയാം കർണാടകയിലെ വിവിധ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഈ തീവ്ര കന്നഡ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. പല പ്രക്ഷോഭങ്ങളുണ്ട്. ബ്രിട്ടീഷ് കാലത്തെ പ്രതിമകളൊക്കെ മാറ്റിയിട്ട് പിന്നീട് അവർ ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട സമരങ്ങൾ നയിച്ച വ്യക്തിത്വങ്ങളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഈ കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ടും വലിയ തീവ്രമായ സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഈ വികാരം, നാടിൻ്റെ വികാരം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ഹർത്താൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബസ് സർവീസുകൾ ഉൾപ്പെടെ നടക്കുന്നില്ല. രാവിലെ മുതൽ തന്നെ അത് തടസ്സപ്പെട്ടിട്ടുണ്ട്. മെട്രോ സർവീസുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും സമരക്കാർ അത് തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവശ്യ സർവീസുകൾ മാത്രമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് അതിർത്തിയിൽ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടന്നേക്കാം എന്ന റിപ്പോർട്ടുകളുണ്ട്, ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. നേരത്തെയൊക്കെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും ഈ തരത്തിൽ ഈ കാവേരിയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ വലിയ അക്രമ സംഭവങ്ങൾ നടന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ സാഹചര്യത്തെ സർക്കാരുകൾ കാണുന്നത്. വിജയ് നേരത്തെ കർണാടക DK ശിവകുമാറുമായുള്ള ഒരു ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ അതിന് ശിവകുമാർ തയ്യാറായില്ല. കാരണം എങ്ങനെ ചർച്ച നടത്തിയാലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായിരിക്കും ആ ചർച്ച അവസാനിക്കുക. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തലത്തിലുള്ള, ഭരണതലത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല വിജയുടെ ഏറ്റവും പുതിയ ചിത്രം അത് കർണാടകയിൽ പ്രദർശിപ്പിച്ചിരുന്നതാണ്. ഈ ഒരു സംഭവം വന്നതോടുകൂടി ചിത്രത്തിൻ്റെ പ്രദർശനവും കർണാടകയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഹരി, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.